ഹരി ഓം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ജീവിത വിജയം എന്നത് പരിപൂർണമായി നമ്മുടെ അറിവിലും സാധനയിലും അധിഷ്ഠിതമാണ്. ഓരോ വ്യക്തിയെയും ആശ്രയിച്ചിരിക്കും അവരുടെ ജീവിത വിജയം. ഞാൻ ഈ വ്യക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ വ്യക്തിത്വം എന്താണ്? വാട്ട് ഈസ് യുവർ പേഴ്സണാലിറ്റി? നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണെങ്കിലും ഒന്നുകൂടി നിങ്ങളത് മനസ്സിലാക്കണം. ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് വാക്ക് ഒന്നാണെങ്കിലും നിങ്ങളുടെ വ്യക്തിത്വം നിൽക്കുന്നത് നിങ്ങളൊരു വ്യക്തിയായി നിൽക്കുമ്പോൾ നിങ്ങൾ തന്നെ നോക്കൂ. ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ബോധശക്തിയുണ്ട്, സ്വതന്ത്രമായ ബോധം. ആ ബോധശക്തി കൊണ്ടാണ് നമ്മുടെ ബുദ്ധിക്ക് പലതും ഗ്രഹിക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങളിലൊരു വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യൻ്റെ പല അറിവുകളും, വിദ്യാഭ്യാസം മീൻസ് ഡസൻ മീൻ നിങ്ങൾ വലിയ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പോയി പഠിച്ചൊന്നുമില്ല. വാട്ട് എവർ ഫീൽഡ്, നിങ്ങൾക്ക് ആ ഫീൽഡിനെ കുറിച്ച് അറിവുണ്ട്. അപ്പം നിങ്ങളുടെ ബുദ്ധി പലതും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു വേണമെങ്കിൽ പറയാം ഒരു എഡ്യൂക്കേഷനുള്ള ആളാണ്, പ്രൊഫഷണലാണ്, ടെക്നിക്കൽ എക്സ്പേർട്ടാണ് എന്നൊക്കെ പറയാം. പല മേഖലയിലും ടെക്നിക്കൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾ. ഇനി നിങ്ങൾക്ക് ഒരു ഇമോഷണൽ മൈൻഡുണ്ട്, ഒരു ക്യാരക്ടറിസ്റ്റിക്കുള്ള മൈൻഡുണ്ട്. അപ്പം നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ മനസ്സ്, ഇത് രണ്ടും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി ജീവിച്ചിട്ടില്ല എങ്കിൽ അതാണ് നമ്മുടെ പരാജയത്തിന് കാരണമെന്ന് നമ്മൾ അറിയണം. അപ്പോൾ ബുദ്ധി എന്ന് പറയുന്നത് ഈ ലോകം എങ്ങനെ പോകുന്നുണ്ടോ ആ ലോകത്തിനനുസരിച്ച് നമ്മുടെ ബുദ്ധിയെ വികസിപ്പിക്കണം. ടെക്നോളജി മാറുന്തോറും നമ്മൾ ടെക്നോളജി മനസ്സിലാക്കി ജീവിക്കണം. ഇപ്പോൾ നോക്കൂ, കാലം മുന്നോട്ട് പോവുകയാണ്. മൊബൈലിൽ തന്നെ പുതിയ 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 ടെക്നോളജി വന്നുകൊണ്ടിരിക്കുന്നു. കുറേയൊക്കെ നാം അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ വെറും പഴഞ്ചനായി ജീവിച്ചു പോയാൽ ഒരുപക്ഷെ നമുക്ക് പറയാം, ഓ ഞാനതൊന്നും പഠിച്ചില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. ഒരുപക്ഷെ പല കാട്ടിലൊക്കെ ജീവിക്കുന്നവർക്ക് പറ്റും. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സ്മൂത്തായിട്ട് ചെയ്യണമെങ്കിൽ ഈ ടെക്നോളജിയുടെ കൂടെ പോവേണ്ടതില്ലേ? കോവിഡ് വന്ന് എല്ലാവരും ലോക്ക്ഡൗൺ ആയപ്പോൾ ഈ ടെക്നോളജി ഉള്ളവർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നില്ല. കാരണം ഓൺലൈനിൽ കൂടെ പലതും വാങ്ങിച്ച് അവരുടെ കാര്യങ്ങൾ നടത്തി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ തന്നെ ടാക്സി സർവീസുകളൊക്കെ നമുക്ക് ഓല തുടങ്ങിയിട്ടുള്ള പലതും ഉണ്ടല്ലോ, ഊബർ. ഇതെല്ലാം ഈ മൊബൈലൊക്കെ ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾക്ക് എളുപ്പമായിരുന്നു. കാരണം കുറഞ്ഞ ചാർജിന് ടാക്സി എടുത്ത് എവിടെയാണെങ്കിൽ പോവാം. അപ്പോൾ ഈ ടെക്നോളജിക്കൽ നോളജ് നമുക്ക് കാലം മുന്നോട്ട് പോകും തോറും കാലത്തിനനുസരിച്ച് പോയേ പറ്റുള്ളൂ. വെൻ യു ആർ ഇൻ റോം യു ഹാവ് ടു ബി എ റോമൻ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഏത് രാജ്യത്തിലാണ് ആ രാജ്യത്തിൻ്റെ ലാംഗ്വേജ് നമ്മൾ പഠിച്ചു വെച്ചാലേ നമുക്ക് അവിടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. എന്നതുപോലെ ഇനി മാനസികമായും നമ്മൾ ഇന്നത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്യാൻ കരുത്തുള്ളവരുമാവണം. ഈ ലോകത്തോട് ഇടപഴകാനുള്ള ആ ഒരു കഴിവും പ്രാപ്തിയും ഉണ്ടാവണം. നമ്മുടെ കേരളത്തിലൊക്കെ പറ്റിയെന്ന് വെച്ചാൽ വിദ്യാഭ്യാസപരമായി പലരും കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ പലരും എക്സ്പേർട്ടല്ല. പിന്നെ എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ അതിനെ ഫേസ് ചെയ്യാനും കഴിവില്ലാത്തവരായതുകൊണ്ട് എല്ലാം ഒരു എഡ്യൂക്കേറ്റഡ് ഫൂൾസിൻ്റെ ലോകമായി കേരളത്തിൽ കുറേ ആളുകൾ അങ്ങനെ മാറും. കാരണം മാനസികമായി വികസിച്ചിട്ടില്ല, ബുദ്ധിപരമായി പലതും അവർ പഠിച്ചു. എൻജിനീയർ ആയിരിക്കാം, എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ച് എൻജിനീയർ ആവാൻ വലിയ ബുദ്ധിമുട്ടില്ല, എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാകും. പക്ഷേ മാനസികമായി വികസിച്ചിട്ടില്ലെങ്കിൽ എത്രയോ എൻജിനീയർമാരിന്ന് ക്ലർക്കിൻ്റെ ജോലി ചെയ്യുന്നു, പ്യൂണിൻ്റെ ജോലി ചെയ്യുന്നു, ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. കാരണം എൻജിനീയറുടെ ക്വാളിറ്റി മാനസികമായി കൊണ്ടുവരാൻ അവർക്ക് പറ്റുന്നില്ല. ഇന്നെത്രയോ വളരെ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ ജോലിക്ക് പോകാനുള്ള ഒരു കഴിവില്ലായ്മ കൊണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരുണ്ട്. എത്രയോ ആളുകൾ. കാരണം ഒരു സമൂഹത്തെ ഫേസ് ചെയ്യാനോ ഒരു പ്രശ്നം വന്നാൽ അതിനെ അഭിമുഖീകരിക്കാനെന്നുള്ള കരുത്തില്ല, മെൻ്റലി സ്ട്രോങ് അല്ല. അതാണ് ഇന്ന് നമ്മുടെ നാടിൻ്റെയൊക്കെ സ്ഥിതി. അപ്പം അതുകൊണ്ടാണ് 5000 വർഷം മുമ്പ് കൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത്
ബുദ്ധിയും വികസിക്കണം, മനസ്സും വികസിക്കണം. അപ്പോഴാണ് വ്യക്തിത്വം പൂർണ്ണമാകുന്നത്. വെറും ബുദ്ധി വികസിച്ച് നിങ്ങൾ കോളേജും യൂണിവേഴ്സിറ്റിയും കഴിഞ്ഞിട്ട് കുറച്ച് സ്വർണം കിട്ടിയില്ല, അല്ലെങ്കിൽ സ്വർണത്തിന് വേണ്ടി പോരടിക്കുന്ന ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും അവരുടെ പെരുമാറ്റ പ്രശ്നങ്ങൾ കണ്ട് ആത്മഹത്യ ചെയ്യാനാണ് ഈ വിദ്യാഭ്യാസം നേടിയതെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ വ്യക്തിത്വം വളർത്തിയത്? അച്ഛനമ്മമാർ ചോദിക്കണം കുട്ടികളോട്, അല്ലെങ്കിൽ അച്ഛനമ്മമാർ സ്വയം ചിന്തിക്കണം. ഇതാണോ നിങ്ങളുടെ കുട്ടികളെ വളർത്തുന്ന രീതി? വെറും ട്യൂഷനും ഡാൻസ് ക്ലാസ്സും പാട്ട് ക്ലാസ്സും, അത് കഴിഞ്ഞ് എൻട്രൻസ് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഡിഗ്രിയും, അത് കഴിഞ്ഞ് മകൾക്ക് 100 സ്വർണം പവൻ കൊടുത്ത് അത് പോരാന്ന് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാർ പോരടിക്കുമ്പോൾ ഈ പെണ്ണ് അവസാനം കയറിൽ തൂങ്ങുന്ന ജീവിതം, അതിനാണോ നിങ്ങൾ ഈ കുട്ടിയെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത്? ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ സ്ത്രീധനം ചോദിക്കാത്ത വീട്ടിലേക്ക് കൊണ്ടുവിടാം. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ എക്സ്ട്രീമാണ്. എനിക്ക് യുവതികളോടൊക്കെ പറയാനുള്ളത്, ഗവൺമെൻറ് വിചാരിച്ചാലൊന്നും ഇവിടുത്തെ ഒരു കാര്യവും മാറ്റാൻ പറ്റില്ല. നിങ്ങളങ്ങനെ അന്ധമായിട്ട് ഈ കാര്യങ്ങൾ എടുക്കരുത്. ഒരുപക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനെ സ്റ്റേജിൽ കയറി വിളിച്ചു പറയാം, ഞങ്ങളുടെ പോലീസും ഞങ്ങളുടെ സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന്. എവിടെ? ഏത് പോലീസിനാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുക? പോലീസുകാർ തന്നെ ഇന്ന് നല്ലൊരു ശതമാനം പോലീസ് ആയിക്കഴിഞ്ഞാൽ നല്ല സ്ത്രീധനം വാങ്ങിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത്. എന്നിട്ട് അവരാണോ ഇനി ആക്ഷൻ എടുക്കാൻ പോകുന്നത്? പോട്ടെ, ഇനിയിപ്പോൾ സ്ത്രീധന നിരോധനം തന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്യിച്ചു വിചാരിക്കുക. ആ ഒരു സ്ത്രീധനം, മനുഷ്യൻ്റെ സ്വഭാവത്തെ മാറ്റാൻ ഏത് നിയമം കൊണ്ട് പറ്റും? ഏത് നിയമം കൊണ്ട് മനുഷ്യ സ്വഭാവത്തെ മാറ്റാൻ പറ്റും? മനുഷ്യൻ്റെ സ്വഭാവം ആരുടെയും നിയമങ്ങളിൽ പെട്ടതല്ല, അത് അവരവർക്ക് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കണം. ആ വികാസം നമുക്ക് സംഭവിക്കണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കാനുള്ള ചില അനുഷ്ഠാനങ്ങൾ, അതാണ് നമുക്ക് പലർക്കും ഇല്ലാത്തത്. കൃത്യനിഷ്ഠ, അനുഷ്ഠാനം, പ്രാണായാമം. ഞാൻ ഈ അനുഷ്ഠാനം എന്നുള്ള വാക്ക് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, പ്രാണായാമം പ്രത്യാഹാരം നിത്യവിവേകവിചാരം ജാപ്യസമേതം സമതിവിതാനം കുർവവതാനം മഹതവതാനം. ശങ്കരാചാര്യസ്വാമികളുടെ ഭജഗോവിന്ദത്തിൽ പറയുന്നത്. അതായത് രാവിലെ എണീറ്റ് കുറച്ച് നേരം സൂര്യ നമസ്കാരാദികൾ എന്തെങ്കിലുമൊക്കെ യോഗ ചെയ്യുക, അല്ലെങ്കിൽ നടക്കുക കുറച്ച് നേരം, എന്തെങ്കിലും എക്സസൈസ്. കാരണം ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ശരിയാവട്ടെ. അത് കഴിഞ്ഞ് പ്രാണായാമം റെഗുലർലി ചെയ്യാം. ദീർഘശ്വാസം എടുത്തും പറ്റും. മനസ്സിൻ്റെ കോൺസെൻട്രേഷന് നല്ലതാണ്. ശരീരത്തിന് നല്ല ഓക്സിജൻ എത്തിക്കാൻ അത് നല്ലതാണ്. ലങ്സിൻ്റെ കഴിവ്, നമ്മുടെ കിഡ്നി, ലിവർ, പാൻക്രിയാസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യാനും അതിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിൻ പുറത്ത് കളയാനും ബ്ലഡിനെ ശുദ്ധീകരിക്കാനൊക്കെ ഈ പ്രക്രിയ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ പ്രണവോപാസന, ദീർഘമായി ഓങ്കാരം ചൊല്ലുന്നത് കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യിക്കും. അത് കഴിഞ്ഞ് ജപം, മനസ്സിനെ ഏതെങ്കിലും ഒരു മന്ത്രത്തിൽ അങ്ങനെ ആവർത്തിച്ച് ചൊല്ലിച്ച് പരിശീലിപ്പിക്കുക. അതും കഴിഞ്ഞ് ഭാവന, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഭാവന ചെയ്യുക. പിന്നീട് നാം നമ്മുടെ വ്യക്തിത്വത്തെ ശരിക്കും മനസ്സിലാക്കുക. ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് എങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ് ഞാൻ, എങ്ങനെയുള്ള വ്യക്തിത്വമാവണം, എന്താണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, ഇതൊക്കെ നമ്മൾ കുറച്ചു നേരം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ പേരാണ് അനുഷ്ഠാനം. ഇങ്ങനെ നമ്മൾ നിരന്തരമായ ഒരു അനുഷ്ഠാന പ്രക്രിയയിലൂടെ ജീവിതം കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ മനസ്സ് വികസിക്കും. മനസ്സ് വികസിക്കാൻ ഏറ്റവും നല്ലത് അനുഷ്ഠാനം തന്നെയാണ്, അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. നിങ്ങൾ എത്ര പുസ്തകം എടുത്ത് വായിച്ചോളൂ, നിങ്ങളുടെ ബുദ്ധിക്ക് കുറേ അറിവ് കിട്ടുന്നല്ലാതെ മനസ്സിന് അറിവ് കിട്ടില്ല. അതുകൊണ്ടല്ലേ വലിയ വിദ്യാഭ്യാസമുള്ളവർ പോലും വളരെ മൂശാട്ടകളെ പോലെ പെരുമാറുന്നത്. അവരുടെ ആ ക്യാരക്ടറൽ പ്രശ്നങ്ങളാണല്ലോ അവർക്ക് തകർച്ച ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മളിന്ന് കാണുന്നില്ലേ, രാഷ്ട്രീയത്തിൽ തന്നെ വലിയ കൊമ്പന്മാരൊക്കെ അവരുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ട് ഇറങ്ങിപ്പോവേണ്ടി വരുന്നത്. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഇവിടെ 33-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്ന വലിയ സത്യങ്ങൾ നമ്മൾ ഇനിയെങ്കിലും കണ്ണു തുറന്ന് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് അപകടമുണ്ടാവും. നോക്കാം ആ ശ്ലോകം ഒരിക്കൽ കൂടി. സദൃശം ചേഷ്ടതേ സ്വസ്യ പ്രകൃതേ ജ്ഞാനവാനപി
പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹക്കും കരിഷ്യതി. ശ്ലോകങ്ങൾ സംസ്കൃതത്തിലായതുകൊണ്ട് വായിച്ചാലൊരു ജനറൽ മീനിങ് കിട്ടുന്നല്ല, അതിൻ്റെ ആന്തരികാർത്ഥം പിടികിട്ടാൻ പ്രയാസമാണ്. പറയുന്നത് ജ്ഞാനവാൻ അപി സ്വസ്യ പ്രകൃതേ സദൃശം ചേഷ്ടതേ. ഒരാൾ എത്ര വിദ്യാഭ്യാസമുള്ളവനായാലും ശരി, സ്വസ്യ പ്രകൃതി, അയാളുടെ പ്രകൃതി ഉണ്ടല്ലോ, സദൃശം ചേഷ്ടതേ. സദൃശം ചേഷ്ടതേ. സദൃശം എന്ന് പറഞ്ഞാൽ സദൃശം, തുല്യമായിട്ട്, സദൃശമായിട്ട്. എന്തിനു തുല്യമായിട്ട്? ബാഹ്യലോക പ്രകൃതിക്ക് തുല്യമായി നമ്മുടെ മനസ്സും പ്രവർത്തിക്കും, എത്ര വിദ്വാനാണെങ്കിലും. മനസ്സിലായില്ല? ഈ ലോകത്തിൻ്റെ പല ടെൻഡൻസികളും നമ്മളെ സ്വാധീനിക്കും. മറ്റുള്ളവർ പറയുന്നത്, മറ്റുള്ളവരൊക്കെ ജനറലി പിന്തുടരുന്നതൊക്കെ നമ്മളെ സ്വാധീനിക്കും. മനസ്സിലായില്ല? ഈ ലോകം സുഖവും സന്തോഷവും എന്നൊക്കെ കരുതുന്ന കുറേ കാര്യങ്ങളുണ്ട്. സൗന്ദര്യം. അപ്പോൾ ഈ സൗന്ദര്യത്തിന് ഇന്ന് ലോകം വളരെ പ്രാധാന്യം കൊടുത്തിരിക്കും. അപ്പോൾ കുട്ടികളെ അത് സ്വാധീനിക്കും. സൗന്ദര്യത്തിന് വേണ്ടി അവർ കുറേ സമയം ചെലവഴിക്കും. നമുക്ക് എത്ര പെൺകുട്ടികളാണ് സൗന്ദര്യത്തിന് വേണ്ടി കാശ് എത്ര പൊട്ടിക്കുന്നത്. ആ സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കെമിക്കലെല്ലാം വാരി തേച്ച് പല ക്രീമുകളും അതും ഇത്, അവസാനം അലർജി വന്ന് ആ അലർജിക്ക് വേണ്ടി ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്ത സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പലതരത്തിലുള്ള സ്കിൻ അലർജികൾ വന്നിട്ട് ഇതൊക്കെ വാരി തേച്ച് കുറേ കഴിഞ്ഞ് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുമ്പോൾ, അപ്പോൾ അന്ന് അവർക്ക് തോന്നില്ല. കാരണം സദൃശം ചേഷ്ടതേ. അന്ന് ലോകം മുഴുവൻ സൗന്ദര്യമാണ്, സൗന്ദര്യത്തിനാണ് പ്രാധാന്യം, സൗന്ദര്യം. അങ്ങനെ ഓടിയതാണ്. കേരളത്തിൽ കണ്ടില്ലേ, ഒരമ്മ സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടി പോയി മകൾ ആടിനെ വയ്ക്കാൻ വേണ്ടി അഫ്ഗാനിസ്ഥാനിലും പോയി. അപ്പം അത് ജയിലിൽ കിടക്കണു, അമ്മ സൗന്ദര്യം ഉണ്ടാക്കി വീട്ടിലിരുന്നതാണ്. അപ്പം അന്ന് അമ്മ സൗന്ദര്യം ഉണ്ടാക്കിയപ്പോൾ മകൾ ആട് മേയ്ക്കാൻ പോകുന്ന കമ്പനിയിൽ പെട്ടിരിക്കുകയാണെന്നുള്ള ഈ അമ്മ അറിഞ്ഞില്ല. കണ്ടില്ലേ ഇടയ്ക്ക് ചാനലൊക്കെ വന്ന് കരയുന്നതൊക്കെ. ഇപ്പോൾ കരയാണ്. ഇപ്പോൾ സൗന്ദര്യം വേണ്ട, മകളെ മതി. അപ്പോഴേക്കും മകൾ ആട് മേയ്ക്കാൻ പോയി. അവളെ ആട് മേയ്ക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ എന്നൊക്കെ ചോദിച്ചു പോയ അവൻ സ്വർഗത്തിലേക്കും പോയി എന്നപ്പോൾ പറയണത്. എന്തായാലും തീവ്രവാദിയായിട്ട് അവനെ അമേരിക്കൻ സൈന്യം തകർത്തു. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. സൗന്ദര്യം. നിങ്ങൾ നോക്ക്, എത്ര പണം അതിനു വേണ്ടി ഓടുകയാണ്, നെട്ടോട്ടം ഓടുകയാണ്. 2, മനുഷ്യൻ്റെ മറ്റൊരാസക്തിയാണ് കാമം, സെക്സ്. അതവൻ്റെ തലയ്ക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവന് ബോധം ഉണ്ടാവില്ല. അപ്പോൾ അവൻ്റെ വിചാരം എന്താണ്? ഒരു സ്ത്രീയിലാണ് അല്ലെങ്കിൽ ഒരു കുട്ടിയിലാണ് സെക്സ് എന്നവൻ കരുതിക്കഴിഞ്ഞാൽ അവൻ്റെ ആ ഉള്ളിലുള്ള അടക്കാൻ വയ്യാത്ത കാമതൃഷ്ണ അവനെ കൊണ്ട് പാവം കുട്ടികളെ ഉപദ്രവിപ്പിക്കും, പെൺകുട്ടികളെ ഉപദ്രവിപ്പിക്കും. ഇന്ന് അത് നമ്മൾ കാണുന്നു. കുട്ടികളെ ഉപദ്രവിക്കുന്നതും മറ്റുമൊക്കെ നമ്മളിങ്ങനെ ഡെയിലി പത്രത്തിൽ. അപ്പം അവൻ്റെ ഉള്ളിലുള്ള കാമതൃഷ്ണ അതൊക്കെ അവനെ പ്രകോപിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് ഇന്നത്തെ പാർട്ടികൾക്കും മറ്റുമൊക്കെ ഉണ്ട്. ചില മതങ്ങൾ തന്നെ അതാണ് പഠിപ്പിക്കുന്നത്. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ കണ്ടമാനം പെൺകുട്ടികൾ നിന്നെ എൻ്റർടൈൻ ചെയ്യാനുണ്ടാവുന്നു. അവന് പിന്നെ ഇതന്നെ ഭ്രാന്ത് കയറിയില്ലേ. ഇപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ എന്നെ എൻ്റർടൈൻ ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ സൗന്ദര്യം, കാമം, പണമുണ്ടാക്കണം. അവനെത്ര കിട്ടിയാലും മതിയാവില്ല. 100 പവൻ കൊടുത്ത് അവൻ്റെ അടുത്തൊരു പെൺകുട്ടിയെ പറഞ്ഞയച്ചാലും അവളെ വീണ്ടും അവൻ പീഡിപ്പിക്കും. കാരണം പണത്തിനോടുള്ള ആർത്തി, അതവൻ്റെ തൃഷ്ണ അടങ്ങില്ല. അപ്പം പിന്നെ അവൻ പണമുണ്ടാക്കാൻ എല്ലാ കുറുക്കു വഴികളും നോക്കും. കള്ളക്കടത്തോ കൊലപാതകങ്ങളോ അങ്ങനെ അവസാനം ഉണ്ടാക്കിയത് മുഴുവൻ സർക്കാരിന് കൊടുത്ത് ജയിലിൽ കിടക്കുകയും ചെയ്യും. ആ മര്യാദയ്ക്ക് അധ്വാനിച്ചുണ്ടാക്കാൻ നോക്കിയില്ല. കേരളത്തിലൊക്കെ കാണുന്നില്ലേ, സ്വർണം കള്ളക്കടത്ത് നടത്തി എല്ലാം ഉണ്ടാക്കി അവസാനം ചീട്ട് കൊട്ടാരം പോലെയൊക്കെ പൊട്ടി തകർന്ന് ജയിലിൽ കിടക്കേണ്ട ആളുകൾ. ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ നമുക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണം. കാരണം ഇങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകളിൽ പെട്ടുപോയാൽ അതാണ് ശരി, എളുപ്പം പണം എന്ന്. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നാലെ ഏജൻസികൾ അന്വേഷിക്കാനുണ്ടെന്നും ഇവനിതെല്ലാം സോഴ്സുകൾ കാണിക്കാനില്ലാതെ വന്നാൽ ഇത് മുഴുവൻ നഷ്ടപ്പെടുമെന്നും അറിയണ്ടേ. അങ്ങനെ
പണത്തിന് വേണ്ടി. പിന്നെ ലഹരി, മനുഷ്യൻ്റെ തലയ്ക്കുണ്ടല്ലോ, ലഹരി കഴിച്ചിട്ടുള്ളൊരു സുഖം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അഡിക്ഷനായി. പിന്നെ അവനെ അതിൽ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അവനെന്ത് ചെയ്യും? മറ്റുള്ളവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണിപ്പം നമ്മുടെ കല്യാണ പാർട്ടികളും അതുപോലെ മരണ പാർട്ടികളും എല്ലാം ഇന്ന് മദ്യത്തിലേക്കാണ് പോകുന്നത്. കാരണം അതിൻ്റെ കുറേ ടീമുകൾ, അതിലൊരു പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ടീമുകൾ അതിനെ പ്രേരിപ്പിക്കും. വാസ്തവത്തിൽ നമ്മുടെ ഹിന്ദു സമൂഹം പോലും ഇന്ന് ഈ കാര്യത്തിൽ അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കണം. ഇതില്ലാത്തൊരു കല്യാണം, ഇതില്ലാത്തൊരു കല്യാണ നിശ്ചയം, ഇതില്ലാത്തൊരു കുടുംബത്തിൽ വീട് ഹൗസ് വാമിങ് അങ്ങനെ ശീലിക്കണം നമ്മൾ. കാരണം സമൂഹം എന്താണ് ചെയ്യുന്നത് ആ പ്രകൃതിക്കനുസരിച്ച് നമ്മളാവണ്ടല്ലോ. ഇപ്പോൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കറിയാം വെജിറ്റേറിയനെ കിട്ടുള്ളൂ. എന്താ നോൺ വെജ്? അവിടെ വെജിറ്റേറിയനേ ഉള്ളൂ. അങ്ങനെയുള്ളവർ വന്നാൽ മതി. അതുപോലെ നമ്മുടെ ഗ്രഹങ്ങളിൽ ഇതേ ചെയ്യുള്ളൂ. അങ്ങനെയുള്ളവർ വന്നാൽ മതി. ഇപ്പം നോക്കൂ, 25 പേരെ വെച്ച് കല്യാണം നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ മതി. ആ രീതിയിലേക്ക് നമ്മളെ ഒരു വൈറസിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ നിയന്ത്രിക്കാനാണോ പ്രയാസം? അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സൗന്ദര്യം, സെക്സ്, പണം, ലഹരി. അടുത്തത് അധികാരം. അധികാരം തലയ്ക്ക് കയറിക്കഴിഞ്ഞാൽ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ കുറുക്കുവഴികളും അവൻ നോക്കും. അവനെ കടത്തി വെട്ടാൻ ആരെങ്കിലും വന്നാൽ അവർക്ക് എന്തെങ്കിലും പണി ഒപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ നോക്കൂ, ഈ അധികാര മോഹികളായിട്ടുള്ള ആളുകൾ വേറൊരാൾ ഉയർന്നു വരാൻ ഒരിക്കലും അനുവദിക്കില്ല. അവരെങ്ങനെങ്കിലും ഇടിച്ച് താഴ്ത്തിടും. കാരണം എങ്കിലേ തൻ്റെ അധികാരം, തൻ്റെ പവർ അവിടെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കാണുന്നില്ലേ നോർത്ത് കൊറിയയിലൊക്കെ ആരെങ്കിലും ആ ഭരണാധികാരി ചോദിച്ചാൽ അപ്പം വെടിവെച്ച് കൊല്ലില്ല തന്നെ. ഈ തരത്തിലുള്ള അധികാര ഭ്രാന്ത് വന്നാൽ അങ്ങനെയുള്ള ആളുകൾ അവരുടെ ആ പ്രകൃതി അവർ അതിനു വേണ്ടി എന്തും ചെയ്യും. ഇങ്ങനെ മനുഷ്യൻ സൗന്ദര്യത്തിന് വേണ്ടി, കാമത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി മനുഷ്യനങ്ങനെ നെട്ടോട്ടമോടുകയാണ് തൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി. അപ്പം തനിക്ക് സുഖമായി ജീവിക്കാൻ കാറ്, AC, സൗകര്യങ്ങളൊക്കെ, ഇതൊക്കെയാണ് ജീവിതമെന്ന് പൊതുവെ അങ്ങോട്ട് ധരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇന്ന് കോവിഡിന് വലിയ പാടല്ലേ നമ്മളെ പഠിപ്പിച്ചത്. വലിയ വലിയ സിറ്റികളിൽ ജീവിക്കുന്നവരെ എയർ കണ്ടീഷനിട്ട് AC കാറിലങ്ങനെ പത്രാസടിച്ച് ജീവിക്കുകയായിരുന്നു. എന്തൊരു ലാവിഷ് ലക്ഷൂറിയസ് ലൈഫ്. എന്നാൽ ഇവർക്കൊന്നും ഒരു അണ്ണുപോലും പ്രതിരോധശേഷി ഇല്ലെന്ന് ആ കോവിഡ് തെളിയിച്ചില്ലേ. സുഖത്തിൻ്റെ പിന്നാലെ പോയവരുടെ ശരീരം മുഴുവൻ ഒരു വൈറസിനെ പ്രതിരോധിക്കാൻ പറ്റാത്തതായി. കാരണം വെയിലും വെളിച്ചവും കാറ്റും തട്ടാതെ ജീവിച്ച് അങ്ങനെ മൃഷ്ടാന്നമായി കഴിച്ച് ശീലിച്ചപ്പോൾ, ശരീരം പോലും അലസമായപ്പോൾ, വൈറസ് വന്നപ്പോഴും ശരീരം അലസമായിട്ട് പറഞ്ഞു എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ചെയ്ത് ശീലിച്ചിട്ടില്ല, സുഖത്തിൽ ജീവിച്ചതാണ്. ഈ സുഖമെല്ലാം തിരിച്ചടിച്ചപ്പോൾ പിന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് വെയിൽ കൊള്ളണം നല്ലോണം, വൈറ്റമിൻ D ബോഡിയിലില്ലാത്തതുകൊണ്ടാണ്. ഇതൊന്നും ശീലിച്ചിട്ടില്ല. അതുപോലെ വീടിൻ്റെ വാതിലൊക്കെ ഒന്ന് തുറന്നിടണം. AC റൂമിലാണ് കൂടുതൽ വൈറസ് വരാൻ സാധ്യത. ഇതൊക്കെ കേട്ടപ്പോഴാണ് ഇവൻ്റെയൊക്കെ മനസ്സിലായത് ഇത്രയും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയത് ഈ AC വയ്ക്കാനല്ലേ, ഇനിയിപ്പോൾ അത് തുറന്നിടണം. എന്ന് ആലോചിച്ച് നോക്കൂ മനുഷ്യൻ എവിടെ എത്തി എന്നുള്ളത്. അപ്പം അതുകൊണ്ട് മനുഷ്യൻ ഇതിനൊക്കെ വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ ഇത്തരം ആളുകളുടെ മനസ്സുമായി നമ്മളും ഒട്ടിപ്പിടിക്കരുത്. സദൃശം ചേഷ്ടതേ, അങ്ങനെ നമ്മൾ അതിലേക്ക് ആകർഷിതരായി തീർന്നാൽ നമ്മുടെ ജീവിതവും കുറേ കഴിഞ്ഞാൽ ദുരിതവും ദുഃഖവും ആയിത്തീരും. അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കാനുള്ള കഴിവും പ്രാപ്തിയും നമുക്കുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയണം, ഈ സൗന്ദര്യത്തിൻ്റെയും കാമത്തിൻ്റെയും അധികാരത്തിൻ്റെയും ലഹരിയുടെയും സുഖത്തിൻ്റെയും ഒക്കെ പിന്നാലെ നാം ഓടിക്കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? സ്വന്തം മനസ്സിലേക്ക് നോക്കാം നമുക്ക്. എന്താണ് ഇവർക്കൊക്കെ അവസാനം കിട്ടുന്നത്? കുറേ വിദ്വേഷം, പക, അസൂയ, വിഷമം, വിഷാദം, പറ്റിച്ച ആളുകളെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള അവരെ നശിപ്പിക്കാനുള്ള ചിന്ത, എല്ലാം നെഗറ്റീവ് ചിന്തകൾ വളർന്ന് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പോയി അസുഖങ്ങളായാൽ വിഷമല്ല സന്തോഷം വരും. കാമത്തിൻ്റെ പിന്നാലെ പോയി അവസാനം ജയിലുകളിൽ പോകുന്ന ആളുകളെ നിങ്ങൾ കാണില്ലേ? അവന് സുഖമാണ് അവസാനം കിട്ടിയത്.
ലഹരിയുടെ പിന്നാലെ പോയി അവസാനം തൻ്റെ മസ്തിഷ്കം മുഴുവൻ മുരടിപ്പിച്ച് ഭ്രാന്തനായിത്തീരുന്നവർക്ക് സുഖമാണോ കിട്ടുന്നത്? സുഖത്തിൻ്റെ പിന്നാലെ പോയി ഈ കോവിഡ് പോലുള്ള രോഗങ്ങൾ വന്ന് അവന് സുഖമാണോ കിട്ടിയത്? അധികാരത്തിലെത്തി അവൻ്റെ മോഹങ്ങൾ കുറേ കഴിഞ്ഞാൽ സമൂഹം തിരിച്ചറിയും ഈ അധികാര കൊതിയാണ് ഇവനെവിടെ എത്തിച്ചതെന്ന്. സമൂഹം വലിച്ചെറിയുമ്പോൾ ഇന്നലെ വരെ ഇവൻ ആരുടെയൊക്കെ കാല് വലിച്ചെറിഞ്ഞോ അവരൊക്കെ ഇവനെ തിരിഞ്ഞു കുത്തുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസാനം ഒറ്റപ്പെട്ടു പോയത്. മരിച്ചതിന് ശേഷം എല്ലാവരും കാണാൻ പോകുന്നു, കേൾക്കാൻ പോകുന്നു, റീത്ത് അത് ഇത് എത്രയെത്ര നേതാക്കന്മാരുടെ ചരിത്രം നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് എന്ത് സമീപനായിരിക്കണം? അവിടെയാണ് നമുക്ക് ആത്മീയമായ അറിവ്. എന്താണത്? സുഖം. നമുക്കെന്താ വേണ്ടത്? സുഖം വേണം. സുഖം എന്നത് എന്താണ്? വാസ്തവത്തിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സുഖം? ലഹരിയിൽ സുഖം കിട്ടുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ലഹരിയിൽ സുഖം കിട്ടുന്നത്? ഈ ലഹരി വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ ചേരുമ്പോൾ, നമ്മുടെ ബ്ലഡിലേക്ക് ചേരുമ്പോൾ നമ്മുടെ തലച്ചോറ് മരവിക്കുന്നു. അപ്പം തലച്ചോറിനുണ്ടാകുന്ന ഒരു മരവിപ്പിനെയാണ് ഇവർ സുഖമെന്ന് പറയുന്നത്. അതായത് മനസ്സ് കെട്ടടങ്ങുന്നു, മനസ്സ് ശാന്തമാകുന്നു, മനസ്സ് ലയിക്കുന്നു. മനസ്സിനെ ലയിപ്പിക്കാൻ നിങ്ങൾക്ക് ലഹരി വേണമെന്നില്ല. ധ്യാനം പരിശീലിക്കൂ. മനസ്സിനെ കെട്ടടക്കുമ്പോഴാണ്, മനസ്സ് ശാന്തമാകുമ്പോഴാണ്, മനസ്സ് ലയിക്കുമ്പോഴാണ് സുഖം. സുഖം എന്ന വാക്കിൻ്റെ നിർവചനം ഭാരതീയ ഋഷിവര്യന്മാരെ പോലെ വേറെ ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്താണ് സുഖം? ആത്മനോലയം. അവനവൻ്റെ മനസ്സ് അവനവനിൽ ലയിക്കുന്നതാണ് ആത്മസുഖം. ഈ ലയം നമ്മൾ ജപത്തിലൂടെയും ഓങ്കാരത്തിലൂടെയും പ്രാണായാമത്തിലൂടെയൊക്കെ പരിശീലിക്കണം. മനസ്സ് നമ്മളിൽ തന്നെ ലയിച്ചു ചേരുമ്പോൾ കിട്ടുന്ന ആത്മസുഖം. ഉറക്കം സുഖമല്ലേ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഉറക്കം വളരെ ദുഃഖമാണെന്ന്? ദുഃഖമാകുന്ന എപ്പോഴാണ്? ഉറക്കം വരാതിരിക്കുമ്പോഴാണ്, ഉറക്കം കിട്ടാതിരിക്കുമ്പോഴാണ്, ഉറങ്ങാതിരിക്കുമ്പോഴാണ്. ഡീപ്പ് സ്ലീപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പറഞ്ഞത് സുഖമായ ഉറക്കമാണ്. അപ്പോൾ സുഖമായി ഉറങ്ങി എന്ന് പറഞ്ഞാൽ മനസ്സ് സുഖമായി അലിഞ്ഞു ചേർന്നു. ഇത് നമുക്ക് ദിവസവും ധ്യാനത്തിൽ ലയിപ്പിക്കാൻ പറ്റിയാൽ, ഈ ഒരു പരമസുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റിയാൽ, മസ്തിഷ്കത്തെ കേടുവരുത്തണോ? കള്ളു കുടിച്ച് ലിവറിനെ കേടുവരുത്തണോ? ഇതൊക്കെ നമ്മുടെ യുവതലമുറയ്ക്ക് മനസ്സിലാവാതെ പോകുമ്പോഴാണ് ഈ DJ പാർട്ടികളിൽപ്പെട്ട്, കുറേ സീരിയൽ നടിമാരുടെ പാർട്ടികളിൽപ്പെട്ട്, ദിവസവും പത്രത്തിൽ വായിക്കുന്നില്ലേ, പാർട്ടി നടത്തി, കഞ്ചാവ് പിടിച്ചു, കൊക്കൈൻ പിടിച്ചു, പിന്നെ കുറേ വില പിടിച്ച കുറേ കെമിക്കൽസ് ഉണ്ട്, അതൊക്കെ പിടിച്ചു എന്നൊക്കെ. ഇതൊക്കെ എത്ര നേരം ഇത് നോക്കൊന്ന് ആലോചിച്ചു. ആ മരുന്ന് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവന് ഭ്രാന്ത് പിടിക്കും. എന്നാൽ ധ്യാനവും ജപവും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ശ്ലോകം നമ്മൾ ശരിക്കും ഉൾക്കൊള്ളേണ്ടതുണ്ട്, കുറേ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി വിശദമായിട്ട് നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാം, ഹരി ഓം.